Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 9, Unit 1, Depth of Gratitude. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ലെസണാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ ലെസൻ്റെ പേരെന്താ? ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? കടമയുടെ കൃതജ്ഞതയുടെ കടപ്പാട് അല്ലേ? ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് കൃതജ്ഞതയുടെ കടപ്പാട്. ഹു റോട്ട് ദിസ്? സെൽമ ലാഗർലോഫ്. അപ്പോൾ സെൽമ ലാഗർലോഫ് എന്ന ആ എഴുത്തുകാരിയെക്കുറിച്ചുള്ള ആ പ്രൊഫൈൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഥയുടെ ലാസ്റ്റ് പേജിൽ സെൽമ ലാഗർലോഫിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. സെൽമ ലാഗർലോഫ്, ദ റിനൗഡ് സ്വീഡിഷ് ഓതർ, വാസ് ബോൺ ഓൺ 20 നവംബർ 1858. 1858 നവംബർ 20 സ്വീഡിഷ് റൈറ്ററായ അറിയപ്പെടുന്ന സ്വീഡിഷ് റൈറ്ററായ സെൽമ ലാഗർലോഫ് ജനിച്ചത്. She received a private education which was unusual for girls for her time. അപ്പോൾ സെൽമ ലാഗർലോഫിന് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ഇങ്ങനെയൊരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര സാധാരണമായിരുന്നില്ല. Later she studied at the Royal Advanced Female Teachers Seminary in Stockholm from 1882 to 1885. പിന്നീട് ദ റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാറി, സ്റ്റോക്ക്ഹോമിലുള്ള റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാറിയിൽ 1882 മുതൽ 1885 വരെ പഠിച്ചു. ഷി ടോട്ട് അറ്റ് എ സ്വീഡിഷ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് ഇൻ ലാൻഡ്സ്ക്രോണ. ലാൻഡ്സ്ക്രോണയിലെ ആ ഒരു ഗേൾസിൻ്റെ ഹൈസ്കൂളിൽ എന്ത് ചെയ്തു? അവിടെ സ്വീഡിഷ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു അല്ലേ? She was the first woman to win the Nobel Prize in Literature, which was awarded to her in 1909. അപ്പോൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയത് സെൽമ ലാഗർലോഫിനാണ്. കിട്ടിയ വർഷം 1909. She was also the first woman to be granted a membership in Swedish Academy. സ്വീഡിഷ് അക്കാഡമിയിൽ ആദ്യമായിട്ട് മെമ്പർഷിപ്പ് കിട്ടിയ ഒരു സ്ത്രീകളിൽ മെമ്പർഷിപ്പ് കിട്ടിയതും ആർക്കാണ്? സെൽമ ലാഗർലോഫിനാണ്. Two of her notable works are The Story of Gustav Berling and The Invisible Links. She passed away on 16th March 1940. 1940 മാർച്ച് 16 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓതറെക്കുറിച്ച് ആദ്യം അറിയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. നമുക്ക് ഇവിടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞിരിക്കുന്നുണ്ട്? ഇൻ ഹാഫ് എ ഡേ വി ഹാവ് ഗോൺ ത്രൂ ദ നറേറ്റീവ് ഓഫ് എ മാൻസ് വോയേജ് ഇൻ ടൈം. ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഒരു മനുഷ്യൻ്റെ അല്ലേ, ഒരാളുടെ ജീവിതയാത്രയുടെ ഒരു നറേഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, കാലത്തിനോടൊപ്പമുള്ള ജീവിതയാത്രയുടെ. ദെൻ Mahfouz's account of the timeless journey of human experience is followed by a moving speech by Selma Lagerlof, the Nobel laureate. അപ്പോൾ അടുത്തത് മനുഷ്യാനുഭവങ്ങളുടെ കാലാതീതമായ യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ നഗീബ് മഹ്ഫൂസിൻ്റെ ആ ഒരു വിവരണത്തിന് ശേഷം അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരണത്തിന് ശേഷം നമുക്കിവിടെ നോക്കാനുള്ളത് സൽമ ലാഗർലോഫിൻ്റെ ഒരു മൂവിങ് സ്പീച്ചാണ്. നൊബേൽ പ്രൈസ്
വിന്നർ കൂടിയാണ് ആര്? സൽമ ലാഗർലോഫ്. അത് നമ്മൾ പ്രൊഫൈലിൽ പറഞ്ഞു അല്ലേ. ഹൂ എൻവിഷൻസ് എ സിഗ്നിഫിക്കൻറ്റ് മൊമെൻറ്റ് ഇൻ ടൈം വിത്ത് ഹെർ ഡിപ്പാർട്ടഡ് ഫാദർ. അപ്പോൾ തൻ്റെ മരിച്ചുപോയ ഫാദറിനോടൊപ്പമുള്ള നിമിഷങ്ങൾ മനസ്സിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഹെർ സ്പീച്ച് റിവീൽസ് ദ പെരീനിയൽ നേച്ചർ ഓഫ് മെമ്മറി ആൻഡ് ദ ഇറ്റേണൽ വാല്യൂ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ എ ഡ്രീം ലൈക്ക് സിനാരിയോ. അവളുടെ ആ ഒരു സ്പീച്ച് വെളിപ്പെടുത്തുന്നത് എന്താണ്? ശാശ്വതമായ ഓർമ്മയുടെ ആ ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മൂല്യം, ശാശ്വതമായ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു മൂല്യവും ഒരു ഡ്രീം ലൈക്ക് സെനാറിയോ, സ്വപ്നത്തിലുള്ള ഒരു കാഴ്ച പോലെ, സ്വപ്നതുല്യമായ ഒരു സംഭവം പോലെ, ഒരു രംഗചിത്രീകരണം പോലെയാണ് ഇവിടെ സൽമ ലാഗർലോഫ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി സ്റ്റോറിയിലേക്ക് പോവാം. Depths of Gratitude, written by Selma Lagerlof. A few days ago, I was sitting in the train bound for Stockholm. കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്റ്റോക്ക്ഹോം ലക്ഷ്യമാക്കി നീങ്ങുന്ന ആ ഒരു ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. ഈവനിങ്ങിന് കുറച്ച് മുമ്പുള്ള ആ ഒരു സമയം, അതായത് നമ്മൾ ആ ഒരു സന്ധ്യാസമയമൊക്കെ പറയുന്ന ആ ഒരു ടൈം. ദർ വാസ് എ ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. പുറത്ത് തീരെ വെളിച്ചമില്ലായിരുന്നു. മൈ ഫെലോ പാസഞ്ചേഴ്സ് വെർ ഡോസിങ്. എൻ്റെ കൂടെയുള്ള യാത്രക്കാരൊക്കെ എന്താണ്, ജസ്റ്റ് ഒന്ന് മയങ്ങുകയാണ് അല്ലേ. ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഞാൻ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്, ട്രെയിനിൻ്റെ ആ ഒരു സൗണ്ടും ശ്രദ്ധിച്ചുകൊണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ? ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ ദ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം. അപ്പം ഞാനിനി ചിന്തിക്കാൻ തുടങ്ങി. സ്റ്റോക്ക്ഹോമിൽ ഇതിനു മുമ്പ് വന്നിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻസ്. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോക്ക്ഹോമിലുള്ള എൻ്റെ യാത്രകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഏതുപോലെ ഏത് തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ ആയിരുന്നു സ്റ്റോക്ക്ഹോമിൽ വന്നിട്ടുള്ളത്? സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻ, എക്സാമിന് വേണ്ടി പാസ്സാവേണ്ട അവസ്ഥകൾ, അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പലപ്പോഴും സ്റ്റോക്ക്ഹോമിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ എനിക്ക് കിട്ടിയ നൊബേൽ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. അതും എന്താണ്, എനിക്ക് തോന്നുന്നത് അതും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അതായത് നൊബേൽ പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് എന്തല്ല, അത്ര എളുപ്പമുള്ളതല്ല. അപ്പോൾ അതിലേക്കുള്ള വഴികളും തീർച്ചയായും സൽമ ലാഗർലോഫിന് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയായിരുന്നു. ദെൻ ഡീപ്പ് വിത്തിൻ മീ ഹൗവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിങ് ദിസ് പ്രൈസ്. എങ്ങനെയൊക്കെ ആയാലും എൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം ഒരു സന്തോഷമുണ്ട് അല്ലേ. ഈ ഒരു നൊബേൽ പ്രൈസ് ലഭിക്കുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയാണ്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അപ്പം I tried to dispel means remove അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു? എൻ്റെ ആ ഒരു ആൻസൈറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്താലോചിച്ചു കൊണ്ട്? ഓഫ് ദോസ് ഹൂ വുഡ് റിജോയ്സ് അറ്റ് മൈ ഗുഡ് ഫോർച്യൂൺ. എനിക്ക് വന്ന ഈ ഒരു നല്ല കാലത്തിന്, ഈ ഒരു നല്ല സമയത്തിന് സന്തോഷിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? എൻ്റെ ആ ഒരു ആൻസൈറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. There were my good friends, my brothers and sisters, and first and foremost my old mother who sitting back home. അപ്പോൾ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഡെഫിനറ്റ്ലി എൻ്റെ നല്ല ഫ്രണ്ട്സ്, പിന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പിന്നെ ഫസ്റ്റും ഫോർമോസ്റ്റും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് എൻ്റെ മദർ അല്ലേ, പ്രായമുള്ള എൻ്റെ വീട്ടിലിരിക്കുന്ന മദർ. വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. ഇവരൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ആൾക്കാർ. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ്പ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. അപ്പോൾ ഇവിടെ സൽമ എന്താണ് പറയുന്നത്?
ഇപ്പോൾ സൽമ എന്ത് ചെയ്യാൻ തുടങ്ങി? ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം വന്നു. കാരണം എന്താ? ദാറ്റ് ഹി വാസ് നോ ലോങ്ങർ അലൈവ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഐ കുഡ് നോട്ട് ഗോ ആൻഡ് ടെൽ ഹിം ദാറ്റ് ഐ ഹാഡ് ബീൻ അവാർഡഡ് ദ നൊബൽ പ്രൈസ്. എനിക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, അവിടെ പോയി എനിക്ക് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം പറയാനും സാധ്യമല്ല. ഐ ന്യൂ ദാറ്റ് നോ വൺ വുഡ് ഹാവ് ബീൻ ഹാപ്പിയർ ദാൻ ഹീ ടു ഹിയർ ദിസ്. എനിക്കറിയാം, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിനോളം സന്തോഷിക്കുന്ന വേറൊരാളും ഉണ്ടാവില്ല. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? സൽമയുടെ ഫാദറിനെ കുറിച്ചിട്ട്. യെസ്, ഇറ്റ് വാസ് എ ഡീപ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം. അദ്ദേഹത്തിനോട് അത് പറയാൻ പറ്റാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിഷമമേറിയൊരു കാര്യം തന്നെയാണ്, സങ്കടമുള്ള കാര്യം തന്നെയാണ്. All rustle and bustle ceased and the sound of the wheels became a soothing, peaceful melody. All rustle and bustle means ആ ഒരു ശബ്ദ കോലാഹലം നമുക്കറിയാം അല്ലേ, ട്രെയിനിൻ്റെ ആ ഒരു കടകട സൗണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്തായി? സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പായി. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ബിക്കെയിം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ഇപ്പോൾ എന്താണ് കേൾക്കാൻ പറ്റുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്? നല്ല സ്മൂത്തായിട്ട് സമാധാനത്തിൽ നല്ലൊരു മെലഡിയോട് കൂടി ട്രെയിൻ നീങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. ദ കോച്ചസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ടു ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ഇപ്പോൾ ആ കോച്ചസ് ഏതിലൂടെ നീങ്ങുന്നത് പോലെ തോന്നുന്നില്ല, ആ റെയിൽപ്പാളത്തിലൂടെ നീങ്ങുന്നത് പോലെയല്ല തോന്നുന്നത്, ശൂന്യാകാശത്തിലൂടെ ആ ഒരു സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സൽമക്ക് തോന്നുന്നത്. I sat there and thought how much I should like to see my old father again. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, എത്രമാത്രം ഐ ഷുഡ് ലൈക്ക് ടു സീ മൈ ഓൾഡ് ഫാദർ എഗെയിൻ. എൻ്റെ ആ പ്രായമായ അച്ഛനെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അല്ല, ഞാൻ എത്രമാത്രം ഹാപ്പിയാവും അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോൾ. ഹൗ മച്ച് ഐ ഷുഡ് ലൈക്ക് ടു സീ മൈ ഓൾഡ് ഫാദർ എഗെയിൻ. എൻ്റെ ഫാദറിനെ വീണ്ടും കാണാൻ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അവളങ്ങനെ ഇരിക്കുകയാണ്. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ ദാറ്റ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ. ഐ വാസ് ഓൺ ദിസ് എർത്ത്. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റും ഇപ്പം എന്താണ്, വളരെ ലൈറ്റും സ്മൂത്തുമാണ്. അതൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ, അവളുടെ ഈ ചിന്തകൾക്ക് ആക്കം കൂട്ടി അല്ലേ. ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഐ വാസ് ഓൺ ദിസ് എർത്ത് ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. നല്ല ഒരു അന്തരീക്ഷം കൂടിയാണ്, നല്ലൊരു ദിവാസ്വപ്നം കാണുന്നതിനുള്ള നല്ല ഒരു അന്തരീക്ഷം കൂടിയാണ്, സറൗണ്ടിങ് കൂടിയാണ് സൽമക്ക് ലഭിച്ചത്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു, ഒരു ഡേ ഡ്രീമിലേക്ക്. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. എന്താണ് അവളുടെ ആ ദിവാസ്വപ്നം? അവൾ സ്വർഗത്തിൽ ചെന്ന് അവളുടെ അച്ഛനെ കാണുന്നതാണ് ഇവിടെ ഒരു ഡേ ഡ്രീമായിട്ട് കാണുന്നത്. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പണിങ് ടു അതർ പീപ്പിൾ, വൈ ദാൻ നോട്ട് ടു മൈസെൽഫ്. ഇവിടെ സൽമ പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ, ചില ആൾക്കാർക്ക് ഇതുപോലുള്ള ആ ഒരു അനുഭവങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് മരിച്ചുപോയ ആൾക്കാരുമായി സംസാരിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്നാണ് ഇവിടെ നമ്മുടെ റൈറ്റർ ചോദിക്കുന്നത്. ദ ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ ബട്ട് ഇറ്റ് ഹാഡ് എ ലോങ് വേ ടു ഗോ യെറ്റ് ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്. ട്രെയിൻ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ? ശൂന്യാകാശത്തിലേക്ക് പറക്കുന്നത് പോലെ അത്രയും സ്മൂത്തായിട്ട് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും അവിടെ എത്തണമെങ്കിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട് അല്ലേ, ഇനിയും എത്തണമെങ്കിൽ ഒരുപാട് നേരമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകൾ ട്രെയിനിനേക്കാൾ മുകളിലേക്ക്, ട്രെയിനിനേക്കാൾ മേലെ ഉയർന്നു പൊങ്ങി. അപ്പോൾ ട്രെയിനിനേക്കാൾ സ്പീഡിലാണ് സൽമാ ലാഗർലോഫിൻ്റെ ചിന്തകൾ പോകുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Look at the next paragraph. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അപ്പോൾ ഇപ്പോൾ പാരഡൈസിൽ പോയിട്ട് ഫാദറിനെ കാണുന്ന ആ ഒരു സീനാണ് സൽമ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ സൽമ അവിടെ എത്തുമ്പോൾ ഫാദർ എന്ത് ചെയ്യുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്? വരാന്തയിൽ ഒരു റോക്കിംഗ് ചെയർ അല്ലേ, ആ ഒരു ആടുന്ന ചെയറിൽ ഇരിക്കുകയായിരിക്കും.
വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ. കൂടാതെ നല്ല ഗാർഡനും നല്ല നിറഞ്ഞ സൺഷൈനും ഫ്ലവേഴ്സും ബേഡ്സും ഒക്കെ അദ്ദേഹം ഇരിക്കുന്ന വരാന്തയുടെ മുമ്പിൽ ഉണ്ടാവുന്നൊക്കെ സൽമ സ്വപ്നം കാണുകയാണ്. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead and get up and walk toward me. അപ്പോൾ സൽമ അവിടെ പോകുമ്പോൾ തീർച്ചയായും അച്ഛൻ എന്ത് ചെയ്യായിരിക്കും? പുസ്തകം വായിക്കുകയായിരിക്കും. എന്നെ കണ്ടാൽ ഉടനെ ആ പുസ്തകമൊക്കെ മടക്കി വെച്ച് പിന്നെ എന്ത് ചെയ്യും? ആ സ്പെക്റ്റാക്കിൾ നേരെ എന്ത് ചെയ്യും? നെറ്റിക്ക് മുകളിൽ, അതായത് തലക്ക് എടുത്തു വെക്കും. ഹൈ അപ്പ് ഓൺ ഹിസ് ഫോർഹെഡ് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവേർഡ് മീ. എന്നിട്ട് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരും. ഹി വിൽ സേ, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. നിന്നെ കണ്ടതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഓർ വൈ യു ആർ ഹിയർ ആൻഡ് ഹൗ ആർ യു? അല്ലെങ്കിൽ എന്താ ചോദിക്കുക? നീ എന്താണ് ഇവിടെ? സുഖം തന്നെയല്ലേ എൻ്റെ കുട്ടി, മൈ ചൈൽഡ്. ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ് ടു. സാധാരണഗതിയിൽ അദ്ദേഹം ചോദിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്നെ കാണുമ്പോൾ ചോദിക്കും. He will settle again in his rocking chair and only then begin to wonder why I have come to see him. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ആ ഒരു റോക്കിംഗ് ചെയറിൽ ഇരിക്കും. ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? അദ്ദേഹം അത്ഭുതത്തോടെ വൈ ഐ ഹാവ് കം ടു സീ ഹിം, ഞാൻ എന്താണ് അദ്ദേഹത്തെ കാണാൻ ചെന്നത് എന്ന് ചിന്തിക്കും. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് എമിസ്? എമിസ് മീൻസ് ട്രബിൾ. അപ്പോൾ ചോദിക്കാം, ഉറപ്പാണല്ലോ അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ മകൾ അച്ഛനെ കാണാൻ വന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് അച്ഛനുമായിട്ട് പറയാനായിരിക്കും എന്നാണ് ആര് വിചാരിക്കുന്നത്? അച്ഛനിവിടെ ചിന്തിക്കുക. ഹി വിൽ ആസ്ക് സഡൻലി. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അവളോട് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ. നോ ഫാദർ, ഓൾ ഈസ് വെൽ. ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെയാണ്. ഐ വിൽ റിപ്ലൈ. ബട്ട് ദെൻ just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. അപ്പോൾ സൽമ ഫാദറിനെ കാണാൻ വന്നത് എന്തിനാ? നൊബേൽ പ്രൈസ് കിട്ടിയ വിവരം പറയാൻ അല്ലേ? അത് പറയുന്നതിന് മുമ്പ് അവൾ അത് പറയാൻ ഒരുങ്ങിയാണ്. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം അബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ഹിം. ആ ഒരു ന്യൂസ് അച്ഛനോട് പറയുന്നതിന് മുമ്പ് ഐ വിൽ ഡിസൈഡ് ടു കീപ്പ് ഇറ്റ് ബാക്ക് ജസ്റ്റ് എ വൈൽ ലോങ്ങർ ആൻഡ് ട്രൈ ദ ഇൻഡയറക്റ്റ് അപ്രോച്ച്. അത് കുറച്ച് സമയം ആ ന്യൂസ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇൻഡയറക്റ്റായിട്ട് അച്ഛനോട് അത് പറയാമെന്ന് സൽമ തീരുമാനിച്ചു. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. എന്നിട്ട് ആ നൊബേൽ പ്രൈസ് കിട്ടിയ വിവരം പറയുന്നതിന് മുമ്പ് എന്താണ് പറയുന്നത്? അച്ഛാ, ഞാനിവിടെ വന്നത് അച്ഛൻ്റെ ഉപദേശത്തിന് വേണ്ടിയാണ്. ഐ വിൽ സേ, ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്. ഞാൻ അങ്ങേയറ്റം കടപ്പാടിലാണ് ഉള്ളത്. ആര് പറയാണ്? സൽമ ഫാദറിനോട് പറയാണ്. ഐ ആം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. അപ്പോൾ ഫാദർ എന്ത് പറയും? ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ് ദാറ്റ് ഈസ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. ഈ ഒരു സ്ഥലത്ത് എല്ലാം നമുക്ക് ലഭിക്കും, എന്തൊഴിച്ച്? മണി ഒഴിച്ച്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത്? മകൾ പറഞ്ഞത് ഞാനൊരു വലിയ കടബാധ്യതയിലാണ്, ഞാൻ വലിയൊരു കടപ്പാടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്താണ് വിചാരിക്കുക? പണത്തിൻ്റെ ആവശ്യം തന്നെയാണ് അവിടെ വിചാരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഫാദർ എന്ത് പറയുന്നത്? പണം ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ എനിക്ക് നിന്നെ സഹായിക്കാൻ വേണ്ടി പറ്റുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓ. അപ്പോൾ സൽമ പറയാണ്, പണമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഡു യു റിമെമ്പർ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിങ് ബെൽമാൻ സോങ് to us children, and how you would let us read Tegner and Runeberg and Anderson. അപ്പോൾ സൽമ പറയാണ്, അച്ഛൻ ഓർക്കുന്നില്ലേ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ വായിച്ചതും പിന്നെ ബെൽമാൻ്റെ സോങ്ങും പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബെൽമാൻ്റെ സോങ്ങും പിന്നെ വേറെന്താ ടെഗ്നർ ആൻഡ് റുണിബർഗ് ആൻഡേഴ്സൺ അവരുടെയൊക്കെ സ്റ്റോറികളൊക്കെ വായിച്ചതൊന്നും അച്ഛൻ ഓർക്കുന്നില്ലേ? ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ദ ഡെപ്റ്റ്. അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ കടപ്പാട് എന്ന് പറയുന്നത് അല്ലേ? ഫാദർ, ഹൗ ഷാൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ
to love fairy tales and sagas of heroes. അപ്പോൾ ചോദിക്കുക, ഫാദർ ഹൗ ഷാൽ ഐ ഇവർ റീപേ, ഞാൻ എങ്ങനെയാണ് അച്ഛാ അതിനുള്ള എൻ്റെ ഈ ഒരു കടപ്പാട് തിരിച്ചു തരിക? എന്തിനു വേണ്ടിയിട്ട്? ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. അച്ഛനോടുള്ള ആ ഒരു കടപ്പാട് ഞാൻ എങ്ങനെ തിരിച്ചു തരും? കാരണം എന്നെ പുസ്തകം ഫെയറി ടെയിൽസ് പോലുള്ള കഥകൾ അല്ലേ, അതുപോലുള്ള മാന്ത്രിക ജാലകങ്ങളുള്ള കഥകൾ വായിക്കാൻ പഠിപ്പിച്ചതും ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്. സാഗാസ് എന്ന് പറഞ്ഞാൽ ലോങ് സ്റ്റോറീസ് അല്ലെ, നീണ്ടു കിടക്കുന്ന ആ ഒരു വീരസാഹസികമായ കഥകൾ, വീരനായകന്മാരുടെ ഒരുപാട് പരമ്പരയായിട്ട് വരുന്ന ഒരു കഥകൾ, ഇതുപോലുള്ളതൊക്കെ എന്നെ വായിക്കാൻ പഠിപ്പിച്ചതിൽ ഞാൻ എങ്ങനെ അച്ഛനോടുള്ള ബാധ്യത, അതായത് കടപ്പാട് ഞാൻ വീട്ടും. ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് എ ലുക്ക് ഓഫ് wonder will come into his eyes. I'm glad that I got you into this debt, he will say. അപ്പോൾ കുട്ടിയുടെ ഈ ഒരു കടപ്പാട്ട് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന് ഒരു നല്ല സമാധാനമായി. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് ചെയ്തു, ആ ഒരു റോക്കിംഗ് ചെയറിലൊന്ന് നീണ്ടു നിവർന്ന് ഇരുന്നിട്ട് എന്ത് പറയാണ്, ആൻഡ് ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ്, ആ ഒരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വന്നിട്ട് എന്താണ് പറയുന്നത്, ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്റ്റ്, ഇങ്ങനെ ഒരു കടപ്പാടിൽ നിന്നെ ആക്കിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അല്ലേ. ആ ഒരു പുസ്തക വായനയോടുള്ള പ്രിയമല്ലേ ഇവിടെ ആ കുട്ടി പറയുന്നത്. അപ്പോൾ അതിൽ അച്ഛൻ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. യെസ് യു മേ ബി റൈറ്റ്. അപ്പോൾ ഇവൾ പറയണ അച്ഛൻ പറഞ്ഞത് എന്താ, ശരിയാണ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അപ്പം അത് മാത്രമല്ല, വേറെയും എന്തോ സൽമക്ക് പറയാനുണ്ട് അല്ലേ. തിങ്ക് ഓഫ് ദോസ് പൂവർ ഹോംലെസ് വാഗബോൺ who used to travel up and down playing the fool and singing all those songs. അപ്പോൾ പറയാം, അത് മാത്രമല്ല അല്ലേ, വീടൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വാഗബോൺസ്, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളൊക്കെ ഇല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിൽ പാട്ടുപാടി തമാശകളൊക്കെ പറഞ്ഞു പോകുന്ന. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തും എനിക്ക് എന്തുണ്ട്, കടപ്പാടുണ്ട്. പിന്നെയോ what do I do not owe to them, to their mischiefs and mad pranks. അവരുടെ ആ ഒരു മാഡ് പ്രാങ്കിലും അവരുടെ ആ ഒരു കുസൃതികളിലും ഞാൻ എന്തുകൊണ്ട് എനിക്ക് കടപ്പെടാതിരിക്കും അല്ലേ. അതിൽ നിന്നൊക്കെ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടും ഞാൻ എന്ത് ചെയ്യുന്നു, കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ ഓൾഡ് മാൻ ആൻഡ് വുമൻ സിറ്റിംഗ് ഇൻ ദിയർ സ്മോൾ ഗ്രേ കോട്ടേജ് ടെല്ലിംഗ് മീ വണ്ടർഫുൾ സ്റ്റോറീസ് ഓഫ് വാട്ടർ സ്പ്രൈറ്റ്സ് ആൻഡ് ട്രോൾസ് ആൻഡ് എൻചാൻറ്റഡ് മെയ്ഡൻസ്. ഇവർ മാത്രമല്ല എനിക്ക് കഥ പറഞ്ഞെന്ന ആ കോട്ടേജിൽ നിന്ന് കഥ പറഞ്ഞ പ്രായമായ ആരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട് അല്ലേ. ആൻഡ് വുമൺ, ഓൾഡ് മെൻ ആൻഡ് വുമൺ, പ്രായമുള്ള ആണുങ്ങളുമുണ്ട് സ്ത്രീകളുമുണ്ട് ആ ഒരു കോട്ടേജിൽ നിന്നും എനിക്ക് കഥ പറഞ്ഞത്. എത്തരത്തിലുള്ള കഥകൾ, വാട്ടർ സ്പ്രൈറ്റ് മീൻസ് നമ്മൾ ജലയക്ഷികൾ എന്നൊക്കെ പറയും, വെള്ളത്തിലുള്ള ആ ഒരു സ്പിരിറ്റ്, അതാണ് വാട്ടർ സ്പ്രൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രോൾസ് മീൻസ് അമാനുഷിക ശക്തികളുള്ള ആൾക്കാരുടെ കഥകൾ. പിന്നെയോ ആൻഡ് എൻചാൻറ്റഡ് മെയ്ഡൻസ് അല്ലേ, ജാലവിദ്യ, മാന്ത്രിക ജാലകങ്ങളൊക്കെ കാണിക്കുന്ന അത് ആ ഒരു എന്താ പറയുക, നമ്മുടെ പല കഥകളിലും നമ്മൾ കാണുന്നില്ലേ ജാലവിദ്യകളും മന്ത്രവാദികൾ. അപ്പോൾ അത്തരം ആൾക്കാരുടെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു തന്ന ആ ഒരു കോട്ടേജിലുള്ള മെന്നിനെയും വുമണിനോടും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ദേ ഹൂ ടോട്ട് മീ ദാറ്റ് ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇറ്റ് വാസ് ദേ ഹൂ ടോട്ട് മീ, അവരെനിക്ക് എന്ത് പറഞ്ഞു തന്നു, ദേ ടോട്ട് മീ, ഇരുണ്ട വനങ്ങളിലും പിന്നെയോ ഹാർഡ് റോക്സ്, അതായത് കട്ടിയുള്ള കല്ലുകളിൽ പോലും പോയട്രി ഉണ്ടെന്ന് അവരിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ആൻഡ് ഐ ആം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. എനിക്ക് കടബാധ്യതയുള്ളത് ആരോട് മാത്രമല്ല, ജനങ്ങളോട് മാത്രമല്ല, ആൻഡ് അതായത് മനുഷ്യരോട് മാത്രമല്ല, ഈ ഒരു പ്രകൃതിയോട് മുഴുവൻ തന്നെ എനിക്ക് കടബാധ്യതയുണ്ട്. ദ ആനിമൽസ് ദാറ്റ് വോക്ക് ദ എർത്ത്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്സ്. അപ്പം മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടായാലും ആകാശത്തിനോടായാലും മരങ്ങളോടായാലും പൂക്കളോടും ഒക്കെ എന്തുണ്ട്, എനിക്ക് കടപ്പാടുണ്ട്. കാരണം അവരൊക്കെ അവരുടെ ആ ഒരു സീക്രട്ട് അല്ലെ, രഹസ്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് എഴുത്തുകാരുടെ മുമ്പിൽ ഇതൊക്കെ അവരുടെ ആ ഒരു കൃതിക്കുള്ള
സാമഗ്രികളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ സൽമ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അച്ഛനോട് പറയുന്നത്. ഫാദർ വിൽ ബി ആസ് carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അപ്പോൾ ഫാദർ എന്താ പറയുന്നത്? വളരെ റിലാക്സ് ആയിട്ട് മോളോട് പറയാണ്, ഇതിനൊന്നും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്രശ്നത്തിനൊക്കെ എന്തുണ്ട്, പരിഹാരമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ. അപ്പോൾ അവൾ പറയാം, ഐ ഡോണ്ട് തിങ്ക്, എനിക്കങ്ങനെ തോന്നുന്നില്ല, ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഇതത്ര ഈസി അല്ല. ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ. കാരണം അച്ഛന് മനസ്സിലായിട്ടില്ല ഇത് എത്രമാത്രം എനിക്ക് ഹാർഡാണെന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിട്ടില്ല എന്നാണ് സൽമ പറയുന്നത്. ഐ ആം ഓൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്. ഞാൻ എൻ്റെ വായനക്കാരോടും എന്ത് ചെയ്തിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. അല്ലേ, അവരൊന്നും എൻ്റെ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. എന്നെക്കുറിച്ച് എഴുതിയ ആൾക്കാരെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകരുത്. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരെയും ഈ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകരുത്. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ ബോത്ത് ഫോർ ദ പ്രൈസ് ആൻഡ് ഫോർ ദ സെൻഷർ. അവരോടും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ്. അവരോടും നന്ദിയോട് ഞാൻ കൃതജ്ഞതയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരോടും നന്ദിയോടെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ബോത്ത് ഫോർ ദ പ്രൈസ് ആൻഡ് ഫോർ ദ സെൻഷർ. സെൻഷർ മീൻസ് ക്രിറ്റിസിസം. അവരുടെ പുകഴ്ത്തെല്ലാം ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നതിലും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു അല്ലേ. അതൊക്കെ തന്നെ സൽമയുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യാണ്, ഒരു മുതൽക്കൂട്ടാവുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ യെസ് ഫാദർ വിൽ സേ ആൻഡ് ഷാൾ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. ഫാദർ പറയണം, അതെ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പം ഫാദറിനെ കാണാൻ ഫാദർ കുറച്ചൊരു അസ്വസ്ഥനായിട്ടുണ്ട് അല്ലേ. കാരണം തൻ്റെ മകളുടെ ഡെപ്റ്റിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് ഫാദറും മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദറും കുറച്ച് അസ്വസ്ഥനാവുന്നുണ്ട്. റിമെമ്പർ ഓൾ ഹൂ ഹാവ് ഹെൽപ്പ് മീ ഫാദർ. എന്നെ സഹായിച്ച എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഐ ഷാൽ സേ തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡേ ഹൂ ട്രൈഡ് ടു ഓപ്പൺ ഡോർ ഫോർ മീ വെൻ നോ വൺ ഡയർ ടു ബിലീവ് ഇൻ മീ. എൻ്റെ ആ ഒരു ഫ്രണ്ട് എസൽഡേ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിനെയും എന്ത് ചെയ്യണം, ഓർക്കണം. കാരണം ആർക്കും എന്നെ ഹൂ ട്രൈ ടു ഓപ്പൺ ഡോർസ്, അവളാണ് എനിക്ക് വാതിൽ തുറന്നു തന്നത്. ഏതിൻ്റെ വാതിൽ? വെൻ നോ വൺ ഡയർ ടു ബിലീവ് ഇൻ മീ. മറ്റുള്ളവരാരും എന്നെ വിശ്വസിക്കാൻ ഒരു ധൈര്യം കാണിക്കാത്ത സമയത്ത് അവളായിരുന്നു എനിക്കതിനുള്ള ഒരു വാതിൽ തുറന്നു തന്നത്. അതായത് സുഹൃത്തെന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല സപ്പോർട്ടും നല്ല കോൺഫിഡൻസും നൽകും അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് SLD എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിന്ന് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? സൽമക്ക് ലഭിച്ചിട്ടുണ്ട്. ഓൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഓണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻസ് അല്ലേ, എല്ലാ എന്നോടുള്ള സ്നേഹങ്ങളൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട്? ദാറ്റ് ഹാസ് കം ടു മീ, ബഹുമതിയുടെയും ആ പദവിയുടെ രൂപത്തിൽ എന്നോടുള്ള സ്നേഹങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് ഐ ഹാവ് ടു കം ടു യു ആസ്ക് ഹൗ മച്ച് ഡെപ്റ്റ് ക്യാൻ ബി പെയ്ഡ്. അപ്പോൾ ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇപ്പോഴും അച്ഛന് മനസ്സിലായില്ലേ? ദാറ്റ് ഐ ഹാവ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെപ്റ്റ് ക്യാൻ ബി പെയ്ഡ്. ഈ ഒരു കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു വീട്ടും എന്ന് അന്വേഷിക്കാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് എന്ന് ഇപ്പോഴും അച്ഛന് മനസ്സിലായിട്ടില്ലേ? ആ ഒരു കടബാധ്യതയുടെ ആഴമാണ് ഇവിടെ സൽമ എന്ത് ചെയ്യുന്നത്? അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഫാദർ ഹാസ് lowered his head and does not look so hopeful anymore. അപ്പോൾ സൽമ ഇത്രയും പറഞ്ഞപ്പോൾ ഫാദർ എന്ത് ചെയ്തു? ഒന്ന് തല കുനിച്ചു അല്ലേ. ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. കൂടുതലൊന്നും പറയാൻ പ്രത്യാശയില്ലാതെ, അതായത് ഇനിയും മകളെ വേറെ ഒന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനില്ലാതെ ഫാദർ ഒന്ന് തല കുനിച്ചു. ഐ എഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി ദർ ഈസ് നത്തിങ് മോർ യു ഓ എനി വൺ. അപ്പോൾ ഫാദർ
സമ്മതിച്ചു, മകൾ പറഞ്ഞ കാര്യം സമ്മതിച്ചിട്ട് എന്ത് പറയാണ്, ഞാനത് സമ്മതിക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു. നിൻ്റെ ഈ ഒരു പ്രശ്നം, നിന്നെ സഹായിക്കുന്ന ഈ ഒരു കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും ചോദിക്കുകയാണ്, പക്ഷേ ഉറപ്പായിട്ടും ഇതിൽ കൂടുതൽ നീ വേറെ ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാം ആയി അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നീ വേറെ ഒന്നിലും കടപ്പെട്ടിരിക്കുന്നില്ലല്ലോ. യെസ് ഫാദർ, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet to come. അപ്പോൾ പറയാം, ഉണ്ട്, ഇതിലും കൂടുതലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓഡ് ബിഫോർ. ഈ കടപ്പെട്ടിരിക്കുന്ന എല്ലാറ്റിനേക്കാളും മുമ്പിൽ മറ്റുള്ള ചില കാര്യങ്ങളും കൂടെ എൻ്റെ മുന്നിൽ കടപ്പാടായി വന്നിട്ടുണ്ട്. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് ഇനിയും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, അതിലേക്ക് പറഞ്ഞു വരുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ ഉപദേശം തേടി ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പറഞ്ഞതൊന്നുമല്ല, ഇതിലും കൂടുതൽ ബാധ്യതയുള്ള കടപ്പാടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ഫാദറിനോട് പറയാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ സൽമ ഉദ്ദേശിക്കുന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ, ഫാദർ വിൽ സേ. അപ്പോൾ ഫാദർ എന്ത് പറയും, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതിൽ കൂടുതൽ എന്ത് കടപ്പാടാണ് നിനക്കുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ യെസ് ഐ വിൽ റിപ്ലൈ. ഉണ്ട്, ഞാൻ സൽമ മറുപടി പറയും. ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അതിനുശേഷം അവൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും പറയും അല്ലേ. ആക്ച്വലി ഇവളിവിടെ വന്നത് എന്തിനാ, നൊബേൽ പ്രൈസ് കിട്ടിയ വിവരം ഫാദറിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതിന് മുന്നോടിയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് സൽമ ആ നൊബേൽ പ്രൈസ് കിട്ടിയ വിവരം ഫാദറിനെ അറിയിക്കുന്നത്. ദെൻ ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി, ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫാദർ എന്ത് പറയും, ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി. ആ വാക്കുകൾ പോലും അവിടെ ഫാദറിന് മുഴുമിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് അക്കാഡമിയിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടെ ഫാദർ ഉദ്ദേശിക്കുന്നത്. ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. പക്ഷെ എന്നെ നോക്കുകയും എൻ്റെ മുഖം കാണുമ്പോൾ അച്ഛന് മനസ്സിലാവും സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യം. And then every wrinkle in his face will tremble and tears will come into his eyes. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഓരോ ചുളിവുകളും വിറയാർന്നു കൊള്ളുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയും ചെയ്യും അല്ല. Then think, Father, it is not only honor and money they are bestowing on me. അപ്പോൾ എൻ്റെ ഫാദറിനോട് പറയാം, ഫാദർ ചിന്തിക്ക്, ആലോചിക്ക്, അവരെനിക്ക് തന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു പണമോ ബഹുമതിയോ മാത്രമല്ല അല്ലേ, അതുമാത്രമല്ല അവരെനിക്ക് തന്നിരിക്കുന്നത്. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ഇൻ മീ ടു സിംഗിൾ മീ ഔട്ട് ബിഫോർ ദ ഹോൾ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന് എന്നെ വേർതിരിഞ്ഞ് അവർ തിരഞ്ഞെടുത്തത് എന്നിലുള്ള മതിയായ വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ശരിക്കും അവൾക്ക് എല്ലാ ജനങ്ങളോടുള്ള ആ ഒരു ബാധ്യത, കടപ്പാട് കൂടുകയാണ് ചെയ്യുന്നത് ഇവിടെ അല്ലേ. ഓക്കെ, സിംഗിൾ മീ ബിഫോർ ദ ഹോൾ വേൾഡ്, ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെപ്റ്റ്. ഈ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും. അതായത് നമുക്ക് ഓരോ അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനാ നമുക്ക് ശരിക്കും എന്താണ്, നമുക്കുള്ള ബാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ജനങ്ങളോടുള്ള ബാധ്യത കൂടുകയാണ് ചെയ്യുക. നമ്മൾ ഒന്നും കൂടെ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നതിന് മുകളിലേക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. ഫാദറിനെ ചിന്തിച്ചിട്ട്, ഫാദർ അവിടെ ഇരുന്നു, ഫാദറിനെ ചിന്തിച്ചിട്ട് ഒരു വാക്കും എന്ത് ചെയ്യാനില്ല, പറയാനില്ല. ദെൻ ഡ്രൈയിങ് ടിയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ്. കണ്ണിൽ നിന്ന് വരുന്ന ആ ആനന്ദാശ്രു തുടച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ ആൻഡ് സേ. ആ ഫിസ്റ്റ് അതായത് മുഷ്ടി ചുരുട്ടിയിട്ട് ആ റോക്കിംഗ് ചെയറിലൊന്ന് ഇടിക്കുക അല്ല. ബാങ് എന്ന് പറഞ്ഞാൽ ഒന്ന് അടിക്കുക. അടിച്ചുകൊണ്ട് എന്ത് പറയാണ്, I will not rack my brains about problem that no one in heaven or on earth can solve. ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ തല പുകയ്ക്കില്ല. എന്തുകൊണ്ട്, സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തല പുകയ്ക്കില്ല. I am too happy
that you have been given the Nobel Prize to worry about anything. നിനക്ക് നൊബേൽ പ്രൈസ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. നീ വേറെ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യേണ്ടതില്ല. Then, Your Majesty, Your Royal Highness, ladies and gentlemen, having received no better answer than this to all my questions. അപ്പോൾ ഇതൊരു സ്പീച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇനി ആ ഒരു സ്പീച്ചിൻ്റെ ലാസ്റ്റിലേക്ക് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സൽമ പറയാണ്, ഹാവിങ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻ. എൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഇതിലും കൂടുതൽ ഒരു നല്ല ആൻസർ വേറെയില്ല. It only remains to me to ask you to join me in this toast which I have the honor to propose to the Swedish Academy. അവൾ പറയുക, ഇനി എനിക്ക് എന്താണ് ബാക്കിയുള്ളൂ ഈ ഒരു സ്പീച്ചിൽ, ഇതിലിനി പിന്നെ എനിക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ഈ സന്തോഷത്തിൽ ഒത്തുചേർന്നുകൊണ്ട് നിങ്ങളുടെ ഗ്ലാസുകൾ ഉയർത്തി എൻ്റെ ഈ ഒരു ബഹുമതിയോട് നിങ്ങൾക്കുള്ള സന്തോഷവും കൂടെ രേഖപ്പെടുത്തുക. ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ല എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനും മറ്റും പാർട്ടിക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവർ ഒത്തുചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഡ്രിങ്ക്സ് ഗ്ലാസ് ഒരുമിച്ച് ചേർത്ത് ചിയേഴ്സ് പറഞ്ഞ് ഉയർത്തുന്ന കാണാറില്ലേ. അപ്പോൾ അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ആ ഒരു സന്തോഷം ആ രീതിയിൽ അറിയിക്കുക എന്നാണ് ഇവിടെ സൽമ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു.